ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. പിന്നീട് നമുക്ക് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അത് മാങ്ങ നികത്തക്ക രീതിയിൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു കപ്പിനകത്ത് നമ്മൾ 3 സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. അത് കട്ടയില്ലാത്ത രീതിയിൽ പാല് ഉപയോഗിച്ച് നമുക്ക് കട്ടയില്ലാത്ത രീതിയിൽ എടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. കട്ടയില്ലാത്ത രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് അത് ഒഴിച്ച് കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് നല്ല രീതിയിൽ പൾപ്പ് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. പിന്നീട് അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുകി തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാവുന്നതാണ്. ഇറക്കിയിട്ട് നമുക്കൊരു കണ്ടെയ്നറിനകത്തോട്ട് ഒഴിച്ച് വെക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ്. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് അലൂമിനിയം ഫോയിൽ കൊണ്ട് നല്ല രീതിയിലൊന്ന് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കരുത്. 3 മണിക്കൂർ വരെ വെച്ചിരിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എടുക്കുമ്പോൾ നല്ലൊരു മാംഗോ പുഡിങ് റെഡിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത്യാവശ്യം നല്ല മധുരവും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റാണ്. എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.